മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറയുമ്പോൾ അവിടത്തോട് അള്ളാഹു നിർദ്ദേശിച്ചൊരു നിർദ്ദേശത്തെ ചേർത്തി വെക്കുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അള്ളാഹുവിന്റെ ഭവനമായ പരിശുദ്ധമായ കഅബ, ആദ്യമായിട്ട് ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട മസ്ജിദ്, അതിന്റെ പുനർനിർമ്മാണത്തിന് അള്ളാഹു ഏൽപ്പിക്കപ്പെട്ടവരാണ് ഈ മഹാന്മാരായ വ്യക്തികൾ. പ്രിയപ്പെട്ടവരെ, അവരോട് അള്ളാഹു തആല ഒരു ചെയ്ത കരാറ്, ഒരു വാക്ക് അള്ളാഹു തആല ഖുർആനിൽ എടുത്തു പറയുന്നുണ്ട്. വഅഹിദ്നാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈല അൻ طهر بيتي للطائفين أن طهر بيتي للطائفين والعاكفين والركع السجود. وعهدنا നമ്മൾ കരാർ ചെയ്തു ഇലാ ഇബ്രാഹിം വ ഇസ്മാഈല, ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും. അല്ലാഹു പറയാണ്, എന്തിനാണ് നമ്മൾ പറഞ്ഞത്? അൻ തഹിറ ബൈതിയ ലിത്വായിഫീന വൽ ആകിഫീന വറുക്കഇ സുജൂദ്. പരിശുദ്ധ ഭവനം വൃത്തിയായി സൂക്ഷിക്കണേ. അല്ലാഹുവിന്റെ കഅബ നിങ്ങൾ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്, ഇനി അതിനെ കൊണ്ട് നടക്കണേ, വൃത്തിയോടുകൂടെ പരിപാലിക്കണേ. ലിൽആകിഫീന, അവിടെ ഇഅ്തികാഫിരിക്കുന്ന ആളുകളുണ്ടാകും, അതുപോലെ തവാഫ് ചെയ്യുന്നവരുണ്ട്, റുകൂഅ് ചെയ്യുന്നവര്, സുജൂദ് ചെയ്യുന്നവര്, മൊത്തത്തിൽ ആരാധന കർമ്മങ്ങൾക്ക് വേണ്ടി കഅബയിലേക്ക് വന്നെടുക്കുന്നവർക്ക് നിങ്ങൾ അവിടുത്തെ നിലം വൃത്തിയാക്കി കൊടുക്കണേ. പരിശുദ്ധമായ ഭവനത്തെ നിങ്ങൾ വൃത്തിയോടുകൂടെ കാത്തു സൂക്ഷിക്കണേ. പ്രിയപ്പെട്ടവരെ, എങ്ങനെയുള്ള വൃത്തിയാണ് ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത്? ഏത് തരത്തിലുള്ള വൃത്തിയാണ് ഇതുകൊണ്ട് കരുതുന്നത്? മഹാന്മാരായ മുഫസ്സിറുകൾ പല റിപ്പോർട്ടുകളും ചെയ്തിട്ടുണ്ട്, വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. ഇന്ന ദാലിക മിനൽ ഔസാനി വറഫസി വഖൗലി സൂരി വദ്ജിസി. ഇത് എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും, എല്ലാ ബിംബാരാധനകളിൽ നിന്നും, തെറ്റായ മോശമായ എല്ലാ വാക്കുകളിൽ നിന്നും നിങ്ങൾ പള്ളിയെ, പരിശുദ്ധ കഅബാലയത്തെ, മസ്ജിദുൽ ഹറാമിനെ നിങ്ങൾ സൂക്ഷിക്കണേ, ശുദ്ധീകരിക്കണേ എന്നാണ് അള്ളാഹുവിന്റെ ഈ വാക്കുകൊണ്ടുള്ള മുറാദ്, ഉദ്ദേശമെന്ന് മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഇങ്ങനെ തുടങ്ങി മഹാന്മാരായ മുഫസ്സിറുകൾ ധാരാളം വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. നമ്മുടെ മനസ്സിലേക്ക് വൃത്തിയാക്കണമെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ കടന്നു വരുന്നത് അവിടെയുള്ള ചപ്പുചവറുകൾ നീക്കം ചെയ്യണം, നജസുകൾ നീക്കം ചെയ്യണം, വൃത്തികേട് അവിടെ ഇടരുത് എന്നാണ്. എല്ലാ നിലക്കും ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ മസ്ജിദുകള്, അള്ളാഹുവിന്റെ ഭവനങ്ങള് വൃത്തിയോടുകൂടെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അവിടെ ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടി സമീപിക്കുന്നവർക്ക് നല്ല റാഹത്തുണ്ടാകുന്ന വിധത്തിലായിരിക്കണം മസ്ജിദുകൾ ഉണ്ടാകേണ്ടത്. മസ്ജിദ്, നിങ്ങളുടെ പള്ളിയെ നിങ്ങൾ ഭംഗിയാക്കണം, മോടി പിടിപ്പിക്കണം, അഴകാക്കണം, അതിനെ നല്ല വൃത്തിയോടുകൂടെ കാത്തു സൂക്ഷിക്കണമെന്ന് തന്നെയാണ്. എന്ന് കരുതിയിട്ട് നിസ്കാരക്കാർക്ക് വസ്വാസാകുന്ന രൂപത്തില് കൊത്തുപണികളെ കൊണ്ട് നിങ്ങൾ മുന്നിൽ തന്നെ നിർമ്മാണങ്ങൾ ചെയ്യരുത് എന്നുമാണ് ഫിഖഹിന്റെ മസലകളുള്ളത്. പള്ളിയെ ഭംഗിയാക്കേണ്ടതുണ്ട്, പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ല. അത് അള്ളാഹുവിന്റെ ഷിആറാണ്, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ് പള്ളികള്. അതിനെ പ്രൗഢിയോടുകൂടെ നിൽക്കേണ്ടതുണ്ട്. നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും ഉന്നതിയിലുള്ള, ഏറ്റവും ഉയരത്തിലുള്ള ബിൽഡിങ് അത് അള്ളാഹുവിന്റെ പള്ളിയാകണം. അല്ലാഹു അക്ബർ മുഴങ്ങുന്ന മിനാരങ്ങളാകണേ. നിങ്ങളുടെ ഭവനങ്ങളെക്കാൾ വൃത്തിയുള്ളാകേണ്ടത്, നിങ്ങളെ ഭവനങ്ങളെക്കാൾ ഉയർന്നു നിൽക്കേണ്ടത്. അതുകൊണ്ടാ മിനാരങ്ങൾ വന്നത്. നമ്മുടെ വീടുകൾ എത്ര നിലയാണുള്ളത്, ഏതെല്ലാം സെറ്റപ്പിലാണുള്ളത്, എന്തേ അതിന്റെ അടിയിൽ പാകിയിട്ടുള്ളത്, ഏതെല്ലാം രൂപത്തിലാണ് നമ്മൾ അതിനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഗ്രാസ് പതിപ്പിക്കുന്നത്, ചെടികൾ വെക്കുന്നത്, കണ്ണൻ
ഭംഗി കൂട്ടുന്ന പലതും സംവിധാനിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ കവാടം മുതൽ വൃത്തിയാകണം. കയറി വരുന്നവർക്ക് തന്നെ ഇത് റബ്ബിന്റെ ഭവനമാണെന്നുള്ള ചിന്തയും ആ ഒരു പേടിയും ആ ഒരു ഭയഭക്തിയും കടന്നു വരേണ്ടതുണ്ട്. അതിന്റെ ടോയ്ലറ്റിലെത്തിയാലും അതിന്റെ ഏത് ഭാഗങ്ങളിലേക്ക് എത്തിയാലും വൃത്തിഹീനമായതിന്റെ പേരിൽ മൂക്കുപൊത്തണ്ട, പഴിക്കേണ്ട ഒരവസ്ഥ വരാൻ പാടില്ല. അള്ളാഹുവിന്റെ പള്ളി അത് സമാധാനത്തിന്റെ കേന്ദ്രമാണ്, ഐശ്വര്യത്തിന്റെ കേന്ദ്രമാണ്, റാഹത്തിന്റെ കേന്ദ്രമാണ്, അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാനുള്ള കേന്ദ്രമാണ്. യാത്രക്കാർക്ക് കയറാനും റെസ്റ്റ് എടുക്കാനും അതിനു വേണ്ടിയുള്ള മുസാഫർ ഖാനകളുമായിട്ടും പള്ളികൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും മത്താണിയായി മസ്ജിദുകൾ മാറണോ, അവിടെ കയറി ഇരുന്നാൽ ഒരു റാഹത്ത് കയറി വരേണ്ടതുണ്ട്. ഇത് കഅബയുടെ മാത്രം നിയമമല്ല. ഇമാം ഖുർത്തുബി തങ്ങള് ഇത് കഅബയുടെ വിഷയത്തിലാണ് പറഞ്ഞതെങ്കിലും എല്ലാ പള്ളികൾക്കും ഈ നിയമം ബാധകമാണ്. ഇത് ബാഹ്യമായ വൃത്തിയാണെന്നതിന്റെ പുറമെ എല്ലാ മ്ലേച്ഛമായ വർത്തമാനങ്ങളിൽ നിന്നും പള്ളി ശുദ്ധീകരിക്കേണ്ടതുണ്ട്. പള്ളിയിൽ കയറിയിരുന്നിട്ട് നാട്ടുവർത്തമാനം പറയാണ്, ഗീബത്ത് നമീമത്താണ്. നേരത്തെ പള്ളിയിൽ വരുന്നു, പക്ഷേ സംസാര വിഷയമാണ്. പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് വേഗം പോവുകയില്ല, അവിടെയും സംസാരമാണ്. ഇത് അപകടമാണ്, അവന്റെ ഈമാനിനെ കാർന്നുന്ന അമലാണ്. പള്ളിയെ നിങ്ങൾ സംസാരം അല്ലെങ്കിൽ അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് പള്ളിയെ മോശമാക്കരുത്, മ്ലേച്ഛമാക്കരുത് എന്നുകൂടിയാണ് ഈ ആയത്തിന്റെ ഉദ്ദേശം എന്ന് മഹാന്മാർ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒറ്റ ഹദീസ് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് മുമ്പിൽ വെക്കട്ടെ. ഈ ആയത്തിന്റെ വിശദീകരണം മുത്തുനബിയല്ലേ പറഞ്ഞു തരേണ്ടത്. അതിന്റെ വെളിച്ചത്തിലാണല്ലോ മഹാന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്നല്ലാഹ ഔഹാ ഇലയ്യ, എന്നിലേക്ക് എന്റെ റബ്ബ് വഹി അറിയിച്ചു, എന്നോട് പറഞ്ഞു, അല്ലാ യദ്ഖുലു ബൈതം മിൻ ബുയൂതി ഇല്ലാ ബിഖുലൂബിൻ സലീമ വഅൽസിനത്തിൻ സാദിഖ വഅയ്ദിൻ നഖിയ്യ വഫുറൂജിൻ താഹിറ. നിങ്ങൾ പള്ളിയിലേക്ക് പ്രവേശിക്കരുതേ, നല്ല ഹൃദയത്തോടുകൂടെ ഹൃദയശുദ്ധിയോടുകൂടെ നിങ്ങൾ പള്ളിയിൽ കടക്കാവൂ. ആരോടും വെറുപ്പും വൈരാഗ്യവും ദേഷ്യവും കുശുമ്പും വെച്ച് അള്ളാന്റെ പള്ളിയിൽ വരല്ലേ. വഅൽസിനത്തിൻ സാദിഖ, നല്ല ശുദ്ധമായ നല്ല സംസാരം മാത്രം പറയുന്നവരാകണം, സത്യം പറയുന്ന നാവുള്ളവരായി പള്ളിയിൽ വരണേ. വഅയ്ദിൻ നഖിയ്യ, നിങ്ങളുടെ കരങ്ങൾ ശുദ്ധമായിരിക്കണേ. ആരെയും ആക്രമിക്കുന്ന കൈയാകരുത്, പിടിച്ചു പറിക്കുന്ന കൈയാകരുത്, കൊടുക്കാനുള്ളത് കൊടുക്കാതെ പിടിച്ചു വെക്കുന്നതാകരുത്. നല്ല നഖിയ്യായ കയ്യോടുകൂടെയാ പള്ളിയിൽ വരേണ്ടത്. വഫുറൂജിൻ താഹിറ, നിങ്ങളുടെ എല്ലാ നിലക്കുള്ള ശുദ്ധി വരുത്തണോ, അതിന്റെ കൂട്ടത്തില് നിങ്ങളുടെ ലൈംഗിക ശുദ്ധിയും വേണേ. ഇതല്ലാതെ നിങ്ങൾ പള്ളിയിൽ കയറരുതേ. എന്ന് വെച്ചാൽ അങ്ങനെ ഒന്നുമില്ലാതെ പള്ളിയിൽ കയറിയിട്ടൊന്നും വലിയ കാര്യമില്ല എന്നർത്ഥം. വഅല്ലാ യദ്ഖുലു ബൈതം മിൻ ബുയൂതി മാ ദാമ ലിഅഹദിൻ ഇൻദഹും മദ്ലിമ ഫഇന്നി അൽഅനഹു മാ ദാമ ഖായിമൻ ബൈന യദൈ ഹത്താ യറുദ്ദ തിൽക ളുലാമത ഇലാ അഹ്ലിഹാ. അടിവരേണ്ട പോയിന്റ്, അടച്ചോനെ പേടിയാകും. എന്താ പറയുന്നത്? ഫഇന്നി അൽഅനഹു മാ ദാമ ഖായിമൻ ബൈന യദയ്യ, ആരുടെയെങ്കിലും അവകാശം തിരിച്ചു കൊടുക്കാനുണ്ടായിട്ട് കൊടുക്കാതെ കൈവശം വെച്ചിട്ട് സാമ്പത്തിക ശുദ്ധിയില്ലാതെ നിങ്ങൾ അള്ളാന്റെ പള്ളിയിൽ കടന്നു വരികയാണെങ്കിൽ, മറ്റുള്ളവന്റെ അവകാശം തിരിച്ചു കൊടുക്കാനുള്ളവരായി അള്ളാന്റെ പള്ളിയിൽ കടന്നു വരികയാണെങ്കിൽ പടച്ചോന്റെ ശാപമുണ്ടേ. അള്ളാഹുവിന്റെ ശാപമുള്ളവരായി അവര് മാറുന്നതാണ് എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പള്ളിയിൽ കയറി വരുമ്പോഴത്തിന് എന്താകണം? ഒരു മനുഷ്യൻ പൂർണ്ണമായിട്ട് ക്ലിയർ ആയിരിക്കണം. അവന്റെ ഉള്ളും പുറവും
ഉള്ളും പുറവും വൃത്തിയായിരിക്കണം. 5 വഖത്ത് നിസ്കരിക്കുന്ന ഒരു നിസ്കാരക്കാരനെ അള്ളാന്റെ റസൂൽ ഉപമിച്ചത് 5 നേരം പുഴയിൽ കുളിക്കുന്ന ഒരാളോടാണ്. 5 നേരം സ്വഹാബ ഈ പുഴയിൽ നിന്ന് ഒരാൾ കുളിക്കുകയാണെങ്കിൽ അയാളുടെ ശരീരത്തിൽ വല്ല അഴുക്കുണ്ടാകുമോ എന്ന് ചോദിച്ചില്ലേ? ഇല്ല നബിയെ. എന്നാ അതേപോലെയാണ് 5 വക്ത് നിസ്കരിക്കുന്ന ആള്. 5 നേരം പള്ളിയിൽ വരുന്ന ആള് ഖൽബ് നന്നായിട്ടില്ലെങ്കിൽ പിന്നെ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന് പറഞ്ഞതിൽ എന്താ അർത്ഥാനുള്ളത്? നിസ്കാരം അവനെ എല്ലാ തിന്മകളിൽ നിന്നും മാറ്റി നിർത്തും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നിസ്കാരം എന്തായിട്ടുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടല്ലോ. ഒരു മനുഷ്യൻ ഇപ്പൊ വരും വാതിൽക്ക കൂടെ, അയാൾ സ്വർഗക്കാരനാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 2-ാമത്തെ ദിവസവും 3-ാമത്തെ ദിവസവും ഈ പറഞ്ഞപ്പോഴൊക്കെ കടന്നു വന്ന ആൾ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. എന്താ നബി തങ്ങൾ അങ്ങനെ അയാളെ കുറിച്ച് പറയാൻ കാരണം? നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക എന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെന്നു. ഞാൻ ഇവിടെ നിന്ന് താമസിക്കാം, നിങ്ങൾ അതിഥിയായിട്ടായിക്കോട്ടെ, നിന്നോളി. 3 ദിവസം നിന്നു. സഅദ് ബിൻ അബി വഖാസ് തങ്ങൾ സ്വർഗക്കാരനാന്നല്ലേ നബി തങ്ങൾ പറഞ്ഞത്? എന്താണ് ഈ സഅദിൽ പ്രത്യേകമായിട്ട് അമലുള്ളത്? പരിശോധിക്കന്നെ. 3 ദിവസം ഒന്നും കാര്യമായി കണ്ടില്ല. നമ്മൾ നിസ്കരിക്കണ പോലെ ഓനും നിസ്കരിക്കണ്, കാര്യങ്ങളൊക്കെ നമ്മളും ചെയ്യണ്ടല്ലോ. പിന്നെ എന്താണ് സഅദേ? ഞാനിവിടെ വെറുതെ കൂടിയതല്ല നിങ്ങളെ വീട്ടില്. അള്ളാന്റെ റസൂല് നിങ്ങളെ കുറിച്ച് സ്വർഗക്കാരനാന്ന് പറഞ്ഞപ്പോ ഒന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ജിജ്ഞാസ കൊണ്ട് കൂടിയതാണ്. മഹാനവറുകൾ പറഞ്ഞു, മാഹുഹില്ല മാറ ഐത്ത, നിങ്ങൾ കണ്ടതല്ലാതെ സ്പെഷ്യൽ അമലൊന്നും എന്റെ കയ്യിലൊന്നുമില്ല. ഒന്നുണ്ട്, എന്റെ ഖൽബ് ക്ലിയറാ. എന്റെ ഖൽബ് ആരോട് ദേഷ്യമില്ല, വൈരാഗ്യമില്ല, വെറുപ്പില്ല, ദേഷ്യമില്ല, ഒന്നുമില്ല. ഒരാളോട് അസൂയല്ല. ആ ഒരു ക്ലാരിറ്റി ഉണ്ട്. അതുകൊണ്ടേക്കും അള്ളാഹിന്റെ പള്ളിയിൽ ഇങ്ങനെ വരുമ്പോ എന്നെ കുറിച്ച് മുത്തുനബി പറഞ്ഞത് വേറൊന്നുമല്ല. അബ്ദുറഹ്മാൻ തങ്ങൾ പറയാൻ അതന്നെയാണ്, വേറൊന്നുമല്ല. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അള്ളാഹിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ ആ ഹൃദയ വേണ്ടത്. അള്ളാഹിന്റെ പള്ളി ശുദ്ധിയാക്കാൻ ഇബ്രാഹിം നബിയോട് ഇസ്മായിൽ നബിയോട് പറഞ്ഞെങ്കിൽ ഇത് എന്നോടും നിങ്ങളോടും കൂടിയുള്ള ഒരു വർത്താനാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഉള്ളും പുറവും നന്നാക്കി തരട്ടെ. ഖൽബ് അല്ലാഹ് ശുദ്ധിയാക്കി തരണേ റഹ്മാന്. ഈമാൻ, ഇഖ്ലാസ്, തഖ്വ, വറഅ നൽകണേ അല്ലാഹ്. റബ്ബനാ, നിന്റെ അടുക്കൽ മഖബൂലീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ റഹ്മാന്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബർ വിശാലാക്കണേ അല്ലാഹ്. പലരുടെയും കുടുംബത്തിൽ പ്രായമായവരും മറ്റും രോഗമായി കിടക്കുന്നവരുണ്ട്. പലരും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. റബ്ബായ നീ ശിഫ നൽകണേ റഹ്മാനെ, കാമിലായ ശിഫ നൽകണേ റബ്ബേ. അല്ലാഹു, പെടുന്നനെയുള്ള മരണങ്ങൾ വല്ലാതെ വർദ്ധിച്ചു വരുന്നു റബ്ബേ. ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. തൗബ ചെയ്യാതെ ഒരുങ്ങാതെ ഞങ്ങളെ വിളിക്കല്ലേ റബ്ബേ. മുബാറക്കായ സ്ഥലത്ത്, സമയത്ത്, ദിവസത്തിൽ, മാസത്തിൽ കലിമ ചൊല്ലി ഒരുങ്ങി മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ റഹ്മാനെ. ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ്. ഞങ്ങളുടെ മസ്ജിദിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. സഹായിച്ചവരെ നീ സഹായിക്കണേ റബ്ബേ. നിസ്കാരത്തിന് ഒരുക്കാനും അതിന് തയ്യാറെടുപ്പ് നടത്താനും വരുന്നവർക്ക് സൗകര്യം ഒരുക്കാനുമാണ് നീ സഹായിക്കണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക് യാ അർഹമർ റഹീമീൻ. വബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.